നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴയിൽ വൻ ലഹരി വേട്ട. 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ പിടിയിൽ. ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിയപ്പോഴാണ് ഇവർ പിടിയിലായത്. 2 കോടിയിലേറെ രൂപ വില വരുമെന്ന് എക്സൈസ്. സിനിമാ മേഖലയിലുള്ള ചിലർക്കും കഞ്ചാവ് നൽകിയെന്ന് യുവതിയുടെ മൊഴി. വങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നെൽകർഷകർ നടത്തിയ ഉപരോധ സമരം ഫലം കണ്ടു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച സമരം രാത്രി 8-നാണ് അവസാനിച്ചത്. 5 പാടശേഖരങ്ങളിലെ നെല്ലെടുക്കാൻ തീരുമാനം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.5 കോടി തട്ടിയെടുത്ത കേസ്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ചേർത്തലയിലും തട്ടിപ്പ് നടത്തിയത്. പോലീസിനെ വട്ടം ചുറ്റിക്കാൻ VPN വരെ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 17 ലെവൽ ക്രോസുകളിൽ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനം. മേൽപ്പാലങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് കൈമാറി. എമ്പുരാൻ സിനിമയുടെ മേലുള്ള സംഘപരിവാറിന്റെ കടന്നാക്രമണത്തിൽ പ്രതിഷേധം. KGOയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ഓമനപ്പുഴയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയപ്പോഴാണ് ഇവരെ എക്സൈസ് സംഘം പിടികൂടിയത്. സിനിമാ മേഖലയിലെ ചിലർക്കും കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്ന് യുവതിയുടെ മൊഴി. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 2 കോടി രൂപ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ചെന്നൈ സ്വദേശിനിയായ യുവതി ആലപ്പുഴ എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിലായി. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്നായിരുന്നു എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഹൈബ്രിഡ് കഞ്ചാവ് ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര നടന്മാർക്ക് കൈമാറിയതായി പിടിയിലായ ചെന്നൈ സ്വദേശി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന് മൊഴി നൽകി. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ ഗാർഡൻ എന്ന റിസോർട്ടിൽ എത്തിച്ചപ്പോഴാണ് ചെന്നൈ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന പിടിയിലാകുന്നത്. ഇവർക്കൊപ്പം മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഉണ്ടായിരുന്നു. പ്രതികളെ കെണിയൊരുക്കിയാണ് എക്സൈസ് സംഘം ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ എത്തിച്ചത്. സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി കൈമാറിയെന്നാണ് യുവതിയുടെ മൊഴി. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചെയ്തതിൽ ഇവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ചെന്നൈ ഇവരിയ്ക്കും, ബാംഗ്ലൂർ വേറൊരാളിരിക്കും, ആവശ്യക്കാർ ഇവരെ സമീപിക്കും, ഓൺലൈൻ വഴി ക്യാഷ് ഇടും, ഒരു സ്ഥലത്ത് കൊണ്ട് സാധനം ഇടും, അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, പൈസ ഇടുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും, അവിടെ നിന്ന് എടുക്കും. ഈ ക്രിസ്റ്റീനയ്ക്കൊപ്പം കുടുംബം ഉണ്ടായിരുന്നു. ക്രിസ്റ്റീനയ്ക്കൊപ്പം കുടുംബം ഉണ്ടായിരുന്നു എന്ന് പറയും. കുട്ടികളുമായിട്ട് ഫാമിലി ആയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അവർ മൈനറാണോ അതോ? കുട്ടികൾ മൈനറാണ്. കുട്ടികൾ 2 പേര്, ചെറിയ കുട്ടിയും ഭർത്താവും. ആലപ്പുഴ ഇവരാർക്കോ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഇനി അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആർക്കാണ് കൊടുക്കാൻ വന്നത്. അത്രേ ഉള്ളൂ. അത് ആലപ്പുഴ ബേസ് ചെയ്തുള്ള ആൾക്കാർ തന്നെയാണ്. അതെ. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഉണ്ട്. പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും വിദേശത്തു നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വിതരണം ചെയ്തുവെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവിനുള്ളത്. MDMA-യേക്കാൾ അപകടകാരി. ഹൈഡ്രോപോണിക് കൃഷിരീതിയിൽ തായ്ലൻഡിൽ വികസിപ്പിച്ച ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. എയർപോർട്ടിന് പുറത്ത് ലാർജ് ക്വാണ്ടിറ്റി പിടികൂടുന്നത് അടുത്ത കാലത്ത് ആദ്യമാണ്. ആലപ്പുഴ നർക്കോട്ടിക് CI മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. വങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിലെ നെൽകർഷകർ നടത്തിയ സമരം ഫലം കണ്ടു. 5 പാടശേഖരങ്ങളിലെ നെല്ലെടുക്കാൻ തീരുമാനം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം രാത്രി 8 മണിയോടെയാണ് അവസാനിച്ചത്. കൃഷി ഓഫീസറോട് അറിയിക്കുന്നു. അതിൽ തൊട്ട് പിറ്റേ ദിവസം പെയ്ത് ഉണങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസം ബില്ല് കാര്യമായിട്ട് ചർച്ച നടത്തി ധാരണ എത്തുന്നില്ലെങ്കിൽ 2-ാം ദിവസം പാടി അവസരമാണ് പോയി ചൂസ് ചെയ്യണം. സാറേ നെല്ലെടുക്കുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ
നെല്ല് വേണമെന്ന് 2 ദിവസം കഴിഞ്ഞ് കൊയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കൊയ്യാൻ തുടങ്ങി 2 ദിവസം ഒരു കാര്യം പറയാം. പത്തു മണിക്കൂർ നീണ്ട കർഷകരുടെ സമരം ഫലം കണ്ടു. വിളവെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരണം നടക്കാതിരുന്ന 5 പാടശേഖരങ്ങളിലെ നെല്ലെടുക്കാനും തീരുമാനമായി. നീലമ്പേരൂർ കൃഷിഭവൻ പരിധിയിലെ എച്ച് ബ്ലോക്ക് കായൽ, കാവാലം കൃഷിഭവൻ പരിധിയിലെ മണിയങ്കരി, രാമങ്കരി കൃഷിഭവൻ പരിധിയിലെ പെരുമാനിക്കരി, ചമ്പക്കുളം കൃഷിഭവൻ പരിധിയിലെ ഉമ്പുക്കാട്, വരമ്പിനകം തെക്ക്, പുളിങ്കുന്ന് പരിധിയിലെ മേച്ചാരി വാക്ക എന്നീ പാടശേഖരങ്ങളിലെ നെല്ല് സംഭരിക്കാനാണ് ധാരണയായത്. മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിനുള്ളിൽ നെൽകർഷകർ നടത്തിയ പ്രതിഷേധം ഉപരോധമായി മാറുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച സമരം രാത്രി 8:10-നാണ് അവസാനിച്ചത്. വിളവെടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കിഴിവിൻ്റെ പേരിൽ സംഭരണം മുടങ്ങിയതോടെയാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എത്തി സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും കിഴിവ് കുറയ്ക്കുന്ന കാര്യത്തിൽ മില്ലുടമകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇതോടെ സമരം നീണ്ടു. കളക്ടർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന നിലപാടിലായി കർഷകർ. ഉച്ചകഴിഞ്ഞ് 3:30 മണിയോടെ തോമസ് കെ തോമസ് MLA സ്ഥലത്തെത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. സമരം തുടർന്ന് MLAയുടെ ആവശ്യപ്രകാരം സബ് കളക്ടർ സമീർ കിഷൻ വൈകിട്ട് പാടി ഓഫീസിലെത്തി ചർച്ച നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. തുടർന്ന് MLA വീണ്ടും മന്ത്രിയെയും കളക്ടറെയും ഫോണിൽ ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. നിലവിൽ മില്ലുടമകൾ ചോദിച്ച കിഴിവിൻ്റെ പകുതി നൽകി സംഭരണം നടത്താമെന്ന കളക്ടറുടെ ഉത്തരവ് MLA കർഷകരെ അറിയിച്ചു. ഇതനുസരിച്ച് ബുധനാഴ്ച നെല്ല് സംഭരണം ആരംഭിക്കും. മണിയങ്കരി പാടശേഖരത്തിൽ 1 കിൻഡൽ നെല്ലിന് 2.5 കിലോ കിഴിവും എച്ച് ബ്ലോക്ക്, കായൽ, മേച്ചാരിവാക്ക പാടശേഖരങ്ങളിൽ 3 കിലോ വീതവും, പെരുമാനക്കരി, ഉമ്പുക്കാട്, വരമ്പിനകം തെക്ക് പാടശേഖരങ്ങളിൽ നിന്ന് 4 കിലോ വീതവും കിഴിവ് നൽകാനാണ് തീരുമാനം. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന രക്ഷാധികാരി VJ ലാലി, DCC വൈസ് പ്രസിഡന്റുമാരായ സജി ജോസഫ്, ടിജിൻ ജോസഫ്, സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, ക്രിസ്, ഡയറക്ടർ ഫാദർ തോമസ് താന്യത്ത് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. കിഴിവ് കൊള്ള ഉദ്യോഗസ്ഥ ലോബിയും മില്ലുകാരുടെ ലോബിയും തമ്മിലുള്ള ഒരു നെല്ല് മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നു. ആ മാഫിയയ്ക്ക് അനുഗുണമായിട്ട് പാടി ഓഫീസർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നിട്ടുള്ള ഒരു കള്ളക്കളിയാണിത്. അത് അവസാനിപ്പിക്കണം. സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ അശ്വതി IAS-ഉം കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ IAS-ഉം കോട്ടയം കളക്ടറേറ്റിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞതാണ് കിഴിവ് കൊള്ള ഉണ്ടാവില്ല, കിഴിവ് എടുക്കില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ 10 ദിവസമായ നെല്ല് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം ആ ഉദ്യോഗസ്ഥന്മാർ, ആ പാടി ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇപ്പൊ ക്യൂസ് ചെയ്യാൻ വരിക അല്ല ചെയ്യേണ്ടത്. 2 ദിവസത്തിനും ക്യൂസ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാവില്ല. അത് ചെയ്യാതെ വടി ഓഫീസർമാർ മില്ലുകാർക്ക് കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി, മഴ വരുമെന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടി മില്ല് ഇടുകയാണ്. എന്നിട്ട് കർഷകരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഈ പാടി ഓഫീസർമാരും മില്ലുകാരും ചേർന്ന്. അതിന് കൂട്ടു നിൽക്കുകയാണ് ഇവര്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവൂ. ശക്തമായ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് പോകും. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.5 കോടി രൂപ തട്ടിയെടുത്ത കേസ്. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഘത്തിലെ അംഗങ്ങളാണ് ചേർത്തലയിലും തട്ടിപ്പ് നടത്തിയത്. അന്വേഷണം ഊർജിതം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ പ്രവർത്തിച്ചിരുന്നത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ സൃഷ്ടിച്ചെന്ന് കണ്ടെത്തൽ. ഇരകളെ ബന്ധപ്പെടുന്ന ഇൻ്റർനെറ്റ് വിലാസം വഴി പോലീസ് പിന്നാലെ എത്താതിരിക്കാനാണ് VPN ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത്. രാജ്യത്ത് പലയിടങ്ങളിലായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ വലിയൊരു സംഘമാണ് ഇവരുടേതെന്ന് പോലീസ് അറിയിച്ചു. ഡോക്ടർ ദമ്പതികളെ ഓഹരി ട്രേഡിങ്ങിൻ്റെ പേരിലാണ് കബളിപ്പിച്ചത്. ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും എത്തിച്ചതും സജ്ജീകരിച്ചതും നൽകിയതും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത തായ്വാൻ സ്വദേശികളായ സുങ് മു ചി, ഹോയൻ, ജാർഖണ്ഡ് സ്വദേശി സെയ്ഫ് ഗുലാം ഹൈദർ എന്നിവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിലേക്ക് ആളെ എടുക്കാൻ ഇവർ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മറ്റെന്തോ ജോലിയാണെന്ന് കരുതി അന്വേഷിച്ചെത്തുന്നവരിൽ നിന്ന് സഹായികളെയും കണ്ടെത്തും. അവരുടെ താമസ സ്ഥലത്ത് ഹൈടെക് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സജ്ജമാക്കും. അവർ വഴി കൂടുതൽ ഇരകളെ വീഴ്ത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ട് ഓഹരി ഇടപാടെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയിരുന്നത്. VPN സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധനാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ മാർക്ക്.
ഇയാൾ തയ്യാറാക്കുന്ന നെറ്റ്വർക്കുകൾ ഹാർഡ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്ത രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ തട്ടിപ്പുകാർക്ക് എത്തിച്ച് സജ്ജീകരിച്ച് നൽകിയിരുന്നത് സെയ്ഫാണ്. മൊബൈൽ ഫോൺ ചാർജറിൻ്റെ മാത്രം വലിപ്പമുള്ള VPN ഉപകരണം മുഴുവൻ സമയവും വൈഫൈ വഴി ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇതേ കേസിൽ ബംഗളൂരുവിൽ നിന്ന് നേരത്തെ അറസ്റ്റിലായ ഭഗവൻ റാം പട്ടേലിന് കമ്പ്യൂട്ടർ സംവിധാനം സജ്ജമാക്കിയതും ഇവരാണെന്ന് സംശയമുണ്ട്. സെയ്ഫ് സജ്ജീകരിച്ച 5 കമ്പ്യൂട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ ഒട്ടേറെ ഉപകരണങ്ങളും 700-ലേറെ മൊബൈൽ സിമ്മുകളും ഗുജറാത്ത് പോലീസ് പിടിച്ചെടുത്തിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 17 ലെവൽ ക്രോസുകളിൽ മേൽപ്പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. മേൽപ്പാലത്തിൻ്റെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് കൈമാറി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 17 ലെവൽ ക്രോസുകളിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ ഉത്തരവായി. മേൽപ്പാലങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറി. ഈ പട്ടിക അനുസരിച്ച് 17 ലെവൽ ക്രോസുകളിലായി പുതിയ മേൽപ്പാലങ്ങൾ നിർമ്മിക്കും. പൂർണ്ണമായും റെയിൽവേയുടെ ചിലവിലാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതെന്ന് KC വേണുഗോപാൽ MP അറിയിച്ചു. പദ്ധതിക്ക് അന്തിമാനുമതി ലഭിച്ചു. കെൽട്രോൺ, വയലാർ, 11 മൈൽ, പാതിരപ്പള്ളി, തുമ്പോളി, ആശാൻകവല, റെസ്റ്റ് ഹൗസ്, പറവൂർ, പുന്നപ്പറ തെക്ക്, തങ്കി ആൻഡ് ഒറ്റപ്പുന്ന, ചേർത്തല ട്രാഫിക്, കണിച്ചുകുളങ്ങര, കല്ലൻ, ചങ്ങൻകുളങ്ങര, വവ്വാക്കാവ്, മുരുകാലയം തുടങ്ങിയ ഗേറ്റുകൾക്കാണ് മേൽപ്പാലത്തിന് അനുമതി ലഭിച്ചത്. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് 17 ഗേറ്റുകളുടെ സ്ഥാനത്ത് മേൽപ്പാലം നിർമ്മിക്കാനുള്ള പട്ടിക തയ്യാറാക്കിയത്. മേൽപ്പാലങ്ങൾ വരുന്നതോടെ ഇവിടങ്ങളിൽ നിലവിലുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടും. റെയിൽവേയുടെ അനുമതിയും ഫണ്ടും നേരത്തെ ലഭ്യമായിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണമാണ് പദ്ധതി നീണ്ടുപോയിരുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് ഏപ്രിൽ 4-ന് കൊടികയറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ തിരുവുത്സവം 2025 ഏപ്രിൽ 4-ന് തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ 11-ന് തിരുവാറാട്ടോടുകൂടി സമാപിക്കുകയാണ്. കൊടിക്കയർ വരവ് ഏപ്രിൽ 3-ന് വൈകുന്നേരം ആണ് കൊടിക്കയർ വരവ്. അന്നേ ദിവസം നമുക്ക് രാവിലെ തൊട്ട് നാരായണീയമുണ്ട്. നാരായണീയത്തിന് ശേഷം കൊടിക്കയർ വരവും അന്ന് തന്നെ ഒരു ഭജന നമ്മൾ ഇവിടെ സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 4-നാണ് കൊടി കയറുന്നതെങ്കിലും 3-ാം തീയതി മുതൽ തന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ പ്രതീതിയിലേക്ക് വരികയാണ്. പിന്നീടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആനയുടെ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ കാര്യത്തിലുള്ള ആന പരിപാലന ചട്ടമനുസരിച്ച് തിരുവാറാട്ട് എല്ലാ ദിവസവും നടക്കുന്നതായ കാരണം 11 മണിക്ക് മുന്നേ ആന ക്ഷേത്രത്തിലെത്തിച്ച് ആന വരേണ്ട കാര്യങ്ങളുണ്ട്. 11 മണിക്ക് ശേഷം എഴുന്നള്ളത്ത് നടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയുടെ അഭിപ്രായമനുസരിച്ചും നിർദ്ദേശമനുസരിച്ചും നമ്മളതിന് നോട്ടീസ് കുളങ്ങരകളിലും എല്ലായിടവും എത്തിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് ഭക്തജനങ്ങൾ നമ്മുടെ ഉത്സവത്തോട് സഹകരിച്ച് ആറാട്ടം വിജയകരമാക്കി നടത്തി 11 മണിക്ക് മുമ്പായിട്ട് ആന ക്ഷേത്രത്തിലെത്താനുള്ള കാര്യങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ നമ്മൾ അറിയിക്കാം. ഏപ്രിൽ 3-ന് വൈകുന്നേരം 5-ന് കൊടിക്കയർ വരവ് അഖില കേരള ധീവരസഭ ചേർത്തല ടൗൺ ശാഖയുടെ നേതൃത്വത്തിലാണ് കൊടിക്കയർ എത്തിക്കുന്നത്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, 11:30-ന് തിരുവാതിരകളി, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റും. തുടർന്ന് കാളികുളത്തേക്ക് ആറാട്ട് പുറപ്പാട്. ദിവസേന രാവിലെ 6:30-നും വൈകുന്നേരം 7:30-നും ആറാട്ട് പുറപ്പാട്. പകൽ 12:30-ന് പ്രസാദമൂട്ട്, വൈകുന്നേരം 5-ന് കാഴ്ച ശ്രീബലി എന്നിവയും ഉണ്ടാകും. ചേർത്തല താലൂക്ക് NSS യൂണിയൻ അഹസ് ദിനമായ 5-ന് രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, വൈകിട്ട് 4:30-ന് കാഴ്ച ശ്രീബലി, തിരുവല്ല രാധാകൃഷ്ണന്റെ മേജർ സെറ്റ് പഞ്ചാരിമേളം, 7-ന് സോപാന സംഗീതം, രാത്രി 8-ന് ഭജനാമൃതം എന്നിവയും നടക്കും. വടക്ക് ചിരുവാരം ആയില്യം ഉത്സവ ദിനമായ 8-ന് പകൽ 2:30-ന് ഉത്സവബലി ദർശനം, രാത്രി 9-ന് വീണാമൃതം, രാത്രി 11-ന് കുറുപ്പകുളങ്ങര പതിയാ വീട്ടിൽ നിന്നും ആയില്യം പടയണി, 3-ന് ആയില്യം പടയണി വരവ്, ചൂട്ടുപടയണി. തെക്കേ ചേരുവാരം മകം ഉത്സവ ദിനമായ 9-ന് വൈകുന്നേരം 4-ന് തെക്കേ തെരുവിൽ നിന്നും മകം വേല തുള്ളൽ തുടങ്ങും. രാത്രി 7:15-ന് മകം വേല വരവ്, അന്നം കുമ്പിടിക്കൽ, 7:30-ന് ബിനു ആനന്ദിന്റെ വീണ വേണുഗാന സമന്വയം, പുലർച്ചെ 4-ന് മകം പടയണി എന്നിവയും നടക്കും. വടക്ക് ചേരുവാരം വക പൂരം ഉത്സവ ദിനമായ 10-ന് വൈകുന്നേരം 3:30-ന് തിരുവല്ല ക്ഷേത്രത്തിന് സമീപത്തെ കുടുംബി സേവാ സംഘം ശാഖാവക മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേല തുള്ളൽ തുടങ്ങും. രാത്രി 7-ന് പൂരം വേല വരവ്, അന്നം കുമ്പിടിക്കൽ, രാത്രി 8-ന് പിന്നണി ഗായിക അഭിരാമി അജയന്റെ ദേവസംഗീതം, തുടർന്ന് പള്ളിവേട്ട, പുലർച്ചെ 4-ന് ചൂട്ടുപടയണി, പൂരം കൈമാറൽ എന്നിവയും നടക്കും.
ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഡി സൽജി, സെക്രട്ടറി EK സിനിൽകുമാർ, വി പ്രസന്നൻ, അരുൺ K പണിക്കർ, ഹരികുമാർ തുടങ്ങിയവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന പ്രചരണത്തിൽ പ്രതിഷേധം KGOയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായ ഫാസിസ്റ്റ് കടന്നാക്രമണത്തിനെതിരെ KGOയെ വെനീസിയം പ്രതിഷേധിച്ചു. എമ്പുരാൻ സിനിമയുടെ മേലുള്ള സംഘപരിവാറിൻ്റെ കടന്നാക്രമണത്തിൽ ആലപ്പുഴ KGOയുടെ സാംസ്കാരിക വേദിയായ വെനീസിയം വായ മൂടിക്കെട്ടിയാണ് പ്രതിഷേധിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിച്ചു X മലയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ വർഗീയത ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നെടുനായകം വഹിച്ച ഗാന്ധിജി അടക്കം കൊലക്കി കൊടുത്തവർ ഇന്നും ആ സമീപനവുമായി നമ്മുടെ രാജ്യത്താകെ അഴിഞ്ഞാടുകയാണ്. ഏറ്റവും അവസാനം സാംസ്കാരിക മേഖലയിലുള്ളവർക്ക് അവരെയാകെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെയാകെ കൊലക്കിരയാക്കിക്കൊണ്ട് ആ പരിപാടി നവോത്ഥാനത്തിന്റെ ശക്തമായ KGOയെ ജില്ലാ സെക്രട്ടറി J പ്രശാന്ത് ബാബു സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് റെനി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R രാജീവ്, S രാജലക്ഷ്മി, ജില്ലാ ട്രഷറർ ദേവരാജ് P കർത്ത, ജോയിന്റ് സെക്രട്ടറിമാരായ KS രാജേഷ്, S വേണുകുട്ടൻ, വെനീസിയം വൈസ് ചെയർമാൻ B മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. വെനീസിയം കൺവീനർ S രഞ്ജിത്ത് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള NGO യൂണിയന്റെ ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് തെക്കുവശത്താണ് പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത്. NGO യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ നിർവഹിച്ചു. ഓഫീസുകൾ അനിവാര്യമാണ്. പ്രവർത്തിക്കുന്ന സഖാക്കളെല്ലാവരും ഒരു കേന്ദ്രത്തിൽ ഒത്തുചേരാനും ആ ഒത്തുചേരലിൻ്റെ ഭാഗമായുള്ള ആശയവിനിമയത്തിലൂടെയും നടന്ന കാര്യങ്ങളും ഭാവി പ്രവർത്തനങ്ങളും ആലോചിക്കാനും ഒരുമിച്ച് ഇരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു നൈസർഗികമായ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും കൂട്ടായ്മ വളരുന്നതിനുമൊക്കെ ഒരു പ്രവർത്തന കേന്ദ്രം എപ്പോഴും ആവശ്യമാണ്. പക്ഷെ നമുക്ക് സംഘടനയ്ക്ക് എല്ലാ ഏരിയകളിലും സ്വന്തമായ കെട്ടിടവും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും ഓഫീസ് പ്രവർത്തനത്തിനായി ഇല്ല. ഇപ്പോഴും നമുക്കത് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1962 കേരള NGO യൂണിയൻ രൂപം കൊണ്ട് ഇപ്പോൾ 62ാം വാർഷിക സമ്മേളനം ഈ മെയ് മാസത്തിൽ ഇവിടെ വെച്ച് തന്നെയാണ്, ആലപ്പുഴ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ആലപ്പുഴയിൽ സമ്മേളനം നടത്തുന്ന ഈ ഘട്ടത്തിലും നമുക്ക് സംസ്ഥാനത്ത് NGO യൂണിയൻ്റെ 142 ഏരിയ കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പൂർവ്വസൂരികളായ ഒരുപാട് നേതാക്കന്മാർ സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാം സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഘട്ടത്തിൽ താലൂക്ക് കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ഒക്കെ ആയാണ് NGO യൂണിയൻ്റെ ആദ്യകാല. സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ, N മായ, C സിലീഷ്, PD ജോഷി, NR ബാബുരാജ്, CK ഷിബു, P സജിത്ത്, PC ശ്രീകുമാർ, B സന്തോഷ്, S ജോഷി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം 67ാം സ്ഥാപക ദിനം ആചരിച്ചു. ആലപ്പുഴ ADM ആശാ C എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൻ്റെ 67ാമത് സ്ഥാപക ദിനമാണ് വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചത്. പ്രസിഡന്റ് രവി പാലത്തിങ്കലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ജന്മദിന സമ്മേളനം ആലപ്പുഴ ADM ആശാ C എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇനിയുള്ള കാലങ്ങളിൽ. പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമായിരുന്നപ്പോഴത്തേക്ക് മക്കളുടെയും മുഖഭാവങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു. നമ്മുടെ അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. അവരൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളുടെ നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി വായിച്ചു പറയുന്നു, നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഇപ്പം അത് പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലാണ്, നമ്മുടെ ഉൾപ്പെടെ. ഞാനുൾപ്പെടെയാണെങ്കിലും ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ 8:30-9 മണിയൊക്കെ ആവും. ആ സമയത്ത് നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. നമുക്കതാണ് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി അവരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളോടല്ല ഇപ്പം പറയേണ്ടത്, മാതാപിതാക്കളെയാണ് നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത്. അവരുടെ വേദനകൾ എന്താണെന്നും അവരുടെ ആശങ്കകൾ എന്താണെന്നും
അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ കൊടുക്കാതെ അതിനെ നോ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമ്മുടെ പേരൻസിനുണ്ട്. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ച കാലമാണെന്ന് ആശാസി അബ്രഹാം പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും യുവതലമുറയെ കാർന്നു തിന്നുന്ന ദുരവസ്ഥ ഏറെ വേദനാജനകമാണ്. കുട്ടികൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, മാതാപിതാക്കളുടെ തിരക്കും കരുതൽ കുറവും പ്രധാന കാരണമാണെന്നും ADM കൂട്ടിച്ചേർത്തു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ 80ന്റെ നിറവിൽ നിൽക്കുന്ന രവി പാലത്തുങ്കലിനെ ചടങ്ങിൽ ആദരിച്ചു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നിന്നും വിരമിച്ച T പ്രസന്നയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. അന്താരാഷ്ട്ര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, ലീഡ് ബാങ്ക് മാനേജർ M അരുൺ, ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം മുൻ ജനറൽ സെക്രട്ടറി KG ജഗദീശൻ, പ്രകൃതി ചികിത്സകൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, മോചിത ചെയർപേഴ്സൺ S സുഷ, മേബിൾ ജോൺകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മനു PS സ്വാഗതവും ഖജാൻജി P ശശി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. മാലിന്യ വിമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ ആലപ്പുഴ ജില്ലാതല മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടി ശുചിത്വ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KG ബാബു സ്വാഗതം പറഞ്ഞു. LSDD ജോയിന്റ് ഡയറക്ടർ S ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാലയിൽ മാലിന്യമുക്ത ജില്ല എന്ന ലക്ഷ്യത്തിൽ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയാവതരണം ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞാശാൻ നടത്തി. തുടർന്ന് മാധ്യമ പ്രതിനിധികളുടെ ആശയാവതരണവും വിലയിരുത്തലും നടത്തി. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, ആലപ്പുഴ ജില്ലാ പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ, സെക്രട്ടറി രജീഷ് കുമാർ PR, KSWMP ഡെപ്യൂട്ടി കോർഡിനേറ്റർ സുചിത്ര S പണിക്കർ, അമൃത് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രശസ്ത വയലിൻ വിദ്വാൻ തിരുവിഴ ശിവാനന്ദന് നാടിൻ്റെ ആദരം. അരനൂറ്റാണ്ട് കാലത്തെ സംഗീത യാത്രയിലൂടെ നാടിൻ്റെ അഭിമാനമായി മാറിയ തിരുവിഴ ശിവാനന്ദന് ജന്മനാട്ടിലാണ് ആദരമൊരുക്കിയത്. പ്രശസ്ത വയലിൻ വിദ്വാൻ തിരുവിഴ ശിവാനന്ദന നാടിന്റെ ആദരം. 1.5 നൂറ്റാണ്ട് പിന്നിടുന്ന സംഗീതയാത്രയിലൂടെ നാടിന്റെ അഭിമാനമായ തിരുവിഴ ശിവാനന്ദന ജന്മനാട്ടിലാണ് സ്നേഹാദരം ഒരുക്കിയത്. തിരുവിഴ ദേവസ്വം, തിരുവിഴ ജയശങ്കർ, അയ്യപ്പ സേവാ സംഘം, തിരുവിഴ ശാഖ, 1604 നമ്പർ NSS കരയോഗം, 786 നമ്പർ NSS കരയോഗം, തിരുവിഴക്കാട്ടിൽ കോവിലകം, തിരുവിഴേശ്യൻ സേവാ സമിതി, വേളച്ചിറമഠം എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ഇങ്ങനെയൊരു സംഗതി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഗുരുവായൂരിൽ 50 വർഷമായിട്ട് എനിക്ക് സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് സേവനം അനുഷ്ഠിക്കാൻ തിരുവിഴേശ്വരൻ ഗുരുവായൂരപ്പൻ തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. തിരുവിഴ ജയശങ്കർ, ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, തിരുവിഴ ശിവാനന്ദൻ, ലിജു നമ്പൂതിരി, മധുവൻ പോറ്റി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ചേർത്തലയിൽ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസേപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല ടൗണിൽ പ്രകടനവും ട്രഷറിക്ക് മുന്നിൽ ധർണയും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ശരിയല്ല, നമ്മൾ ഉടൻ തന്നെ ചത്ത് കട്ടിലൊടിയണമെന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ പോലും തറാപ്പന എന്ന് എഴുതിച്ച് അദ്ദേഹത്തിൻ്റെ ചുണ്ടും വായും തെളിച്ച അധ്യാപകരുൾപ്പെടുന്ന പെൻഷൻ സമൂഹമാണിന്നിവിടെ ഉള്ളത്. അവരെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ചത്ത് കട്ടലൊടിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു.
90 വയസ്സിനോടടുക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്താണ് ഇങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് നിങ്ങൾ ഓർക്കണം. പെൻഷൻകാരും ആരുടെ ഔദാര്യം പറ്റുന്നവരല്ല. പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ ഈ സംസ്ഥാനത്തിന്, ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾ നൽകിയ സേവനത്തിൻ്റെ ബാക്കി പത്രമെന്ന അവകാശമായിട്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് പെൻഷൻ. പ്രസിഡന്റ് CM ഉണ്ണി അധ്യക്ഷനായി. സെക്രട്ടറി TD രാജൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ തോമസ് പുളിക്കൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. KPSTA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ശ്രീഹരി, PO ചാക്കോ, KP ശശാങ്കൻ, EK കാർത്തികേയൻ, PR പ്രകാശൻ, സുധീർ, B ഗോപൻ, AR പ്രസാദ്, R സലിം, MB നമ്പ്യാർ, CA ജയശ്രീ, KJ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. സാന്ത്വന സ്പർശവുമായി ഓട്ടിസം ദിനമാചരിച്ചു. ചേർത്തല BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓട്ടിസം ദിനാചരണം മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. BRC ചേർത്തലയുടെ നേതൃത്വത്തിൽ ലോക ഓട്ടിസം ദിനാചരണം സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ ഓട്ടിസം ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ ഇത്തരത്തിലുള്ള ദിനങ്ങൾ അന്തർദേശീയ തലത്തിൽ ഇങ്ങനെ നടത്തുന്നത് ആ ദിനങ്ങളുടെ പ്രാധാന്യവും ആ മേഖലയെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അവബോധം നൽകുക എന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഇതിൻ്റെ ഒരു സാക്ഷികളാണ്. എന്താണ് ഓട്ടിസം, അതുകൊണ്ടുള്ള എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, അത് നമുക്ക് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം നിങ്ങൾക്കറിയാം. എന്നാൽ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹം ഒന്നാകെ ഈ ഒരു വിഷയത്തിൽ ബോധമുണ്ടാകണം. ഞാനിവിടെ പറയുന്നത് ശരിയാണെന്നറിയാം. പലപ്പോഴും ഒരു ഓട്ടിസം അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് നേരിടുന്ന വലിയ വെല്ലുവിളി നിങ്ങൾക്കറിയാം. നമ്മുടെ ശേഷം ഈ കുഞ്ഞിനെ ആര് നോക്കും, എന്താണ് എന്നതിനെക്കുറിച്ച് ഒത്തിരി അത് നമ്മുടെ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള ചില വേദനാജനകമായ ചില കാര്യങ്ങളാണ്. നമ്മളിവരെ ചേർത്ത് നിർത്തണം. എന്താണ് ഓട്ടിസം, എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ട് 100-ലൊരു കുട്ടിക്ക് ഇന്നിപ്പോൾ ഓട്ടിസം ഉണ്ട്. പുതിയ പഠനങ്ങൾ പറയും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളാരും അതിൽ നിന്ന് മാറി നിൽക്കുന്ന, എല്ലാവരും മുഴുവൻ ശേഷിയുള്ള ആരുമില്ല ലോകത്ത്, ഇല്ലേ? നമുക്കെല്ലാം ഈ സമൂഹത്തിലെ പല വിധത്തിലുള്ള ആളുകളുടെ സഹായത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. അങ്ങനെയാണ്, അതാരും ഓർക്കുന്നില്ല. നമ്മളെപ്പോൾ നമ്മുടെ ധരിക്കുന്നത് നമ്മളെല്ലാം വളരെ പൂർണ്ണരാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ മനുഷ്യർക്കും ഒത്തിരിയേറെ അപൂർണത. നമുക്കറിയാം നമ്മുടെ അപൂർണത എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. PTA പ്രസിഡന്റ് മനോജ് K അധ്യക്ഷനായി. ഓട്ടിസം സെന്റർ പൂർവ്വ വിദ്യാർത്ഥി ഇമ്മാനുവൽ സെബാസ്റ്റ്യൻ ആദരവേറ്റുവാങ്ങി. BRC ചേർത്തല മുൻ BPC സൽമോൻ ടിയോ, ചേർത്തല CRCC രാജിമോൾ KV, PTA വൈസ് പ്രസിഡന്റ് ദീപു കാട്ടൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രീത പ്രകാശൻ നന്ദിയും ചേർത്തല BPC BRC മേരി ദയ ID സ്വാഗതവും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ബലൂൺ ഉയർത്തലും ബിഗ് ക്യാൻവാസ് രക്ഷകർത്തൃ ശാക്തീകരണത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ് ക്ലാസും നയിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രസിദ്ധമായ കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ ഭക്തിസാന്ദ്രം. കണ്ടമംഗലം ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം. ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പഞ്ചാരിമേളം വേറിട്ട ദൃശ്യവിരുന്നായി. അടിച്ചു തിമിർത്ത ആടി തിമിർത്ത പഞ്ചാരിമേളം. ഓരോ മേളവും വീറിട്ടതാക്കുന്ന മേള കലാകാരന്മാർ. ചെണ്ടമേളത്തിൻ്റെയും കൊമ്പുവിളികളുടെയും കുഴൽവാദ്യത്തിൻ്റെയും താളത്തിനൊപ്പം ഉയർന്നു താഴുന്ന കൈകളിൽ ആവേശം നിറച്ചു തുള്ളുന്ന മേളപ്രേമികൾ. തുള്ളുന്നവരിൽ ആൺപെൺ വ്യത്യാസമില്ല. ഉത്സവപ്രേമികളെയെല്ലാം അത്രയ്ക്ക് ആവേശം നിറയ്ക്കുന്നതാണ് പെരുവനത്തിൻ്റെ പഞ്ചാരി. ഇടിമുഴക്കത്തിൻ്റെ നാദം മുതൽ നേർത്ത ദലമർമരത്തിൻ്റെ ശബ്ദം വരെ പെരുവനവും കൂട്ടരും കണ്ടമംഗലത്തെടുത്തു. നെഞ്ചിടിപ്പിനൊപ്പം വേഗം കൂട്ടിയും കുറഞ്ഞും ഉയർന്ന ശബ്ദം ഓരോ ആസ്വാദകനിലും അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. ഈ മേളത്തിനൊപ്പം മതിമറന്ന് തുള്ളിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പെരുവനം മേളപ്രമാണിയായി നേതൃത്വം കൊടുക്കുന്ന 130-ൽ പരം കലാകാരന്മാർ അണിനിരന്ന കണ്ടമംഗലത്തെ പഞ്ചാരിമേളം. ടൈം ന്യൂസ് ചേർത്തല. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 5-ന് ഓഡിയോ ആൽബം പ്രകാശനം ചെയ്യും. KR കുറുപ്പ് മാരാർകുളം എഴുതിയ
ഹൃദയമയി എന്ന ഗാനത്തിൻ്റെ ആൽബമാണ് പ്രകാശനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏപ്രിൽ 5 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ KR കുറുപ്പിൻ്റെ ഹൃദയമയി എന്ന ഗാനത്തിൻ്റെ ആൽബം പ്രകാശനം ചെയ്യും. ഏറ്റവും സന്തോഷകരമായ കേരള സബർമതി സാംസ്കാരിക വേദി കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടേതായ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തുകയും അതുപോലെ തന്നെ അവശരായ കലാകാരന്മാരുടെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് അവരുടെ അവശതകൾക്കനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം പ്രതിമാസ പരിപാടികൾ മാത്രമല്ല ഓരോ മാസങ്ങളിൽ വരുന്ന പ്രത്യേക നാടക ദിനം പോലുള്ള പരിപാടികളും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ഇന്ന് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ KR കുറുപ്പ് മാരാരിക്കുളത്തിൻ്റെ രചനയിൽ വിനീത് മോഹനൻ പി സംഗീതം നൽകി അഭിജിത്ത് കൊല്ലം ആലപിക്കുന്ന ഹൃദയമയുടെ ആൽബം പ്രകാശനം ചെയ്യണം. അത് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ MLA ഗായികയായ MLA അരൂർ MLA ദലീമ ജോർജാണ് പ്രകാശനം ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രസിദ്ധനായ പ്രതിഭയും എഴുത്തുകാരനുമായ ശ്രീ ഡോക്ടർ ഫാദർ സാംജി വടക്കേടത്തിനെ നമ്മൾ പൊതുവേദിയിൽ ആദരിക്കുന്നു. അതുപോലെ തന്നെ ബഹുമുഖ പ്രതിഭകളായ കലാകാരന്മാരെയും ഞങ്ങൾ വേദിയിൽ ആദരിക്കുന്നുണ്ട്. ഗാനരചയിതാവ് KR കുറുപ്പ് മാരാരിക്കുളത്തിൻ്റെ രചനയിൽ വിനീത് മോഹൻ പി സംഗീതം നൽകി അഭിജിത്ത് കൊല്ലം ആലപിച്ച ഹൃദയമയി എന്ന ഗാന ആൽബത്തിൻ്റെ പ്രകാശനം കേരള സബർമതി സാംസ്കാരിക വേദിയുടെ പ്രതിമാസ കലാസാഹിത്യ സംഗമ വേദിയിൽ വെച്ച് അരൂർ MLA ദലീമ ജോജോ പ്രകാശനം ചെയ്യും. ഏപ്രിൽ 5 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പളും എഴുത്തുകാരനുമായ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI പ്രകാശന കർമ്മം നിർവഹിക്കും. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷനാവും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണവും നടത്തും. NSS മാരാരിക്കുളം കരയോഗം പ്രസിഡന്റ് VS പുരുഷോത്തമക്കുറുപ്പ്, സാഹിത്യകാരി ലീന രാജു പുതിയാട്ട്, ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ കലവൂർ വിജയകുമാർ, എഴുത്തുകാരൻ ഗോപാലകൃഷ്ണക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിക്കും. അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ പ്രതിഭ അവാർഡ് നേടിയ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI, കുട്ടികളുടെ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ തീരദേശത്തിൻ്റെ കായിക പ്രതിഭ കുമാരി നേഹ അന്ന രാജു, ക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് PK രാജേന്ദ്രൻ നായർ, ജീവകാരുണ്യ പ്രവർത്തകൻ ദിലീപ് ചേർത്തല എന്നിവരെ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിക്കും. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം, കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, ഗാന രചയിതാവ് KR കുറുപ്പ് മാരാരിക്കുളം, സംഗീത സംവിധായകൻ വിനീത് മോഹൻ P എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത് നൽകി അഭിജിത്ത് കൊല്ലം ആലപിച്ച ഹൃദയമയി എന്ന ഗാന ആൽബത്തിൻ്റെ പ്രകാശനം കേരള സബർമതി സാംസ്കാരിക വേദിയുടെ പ്രതിമാസ കലാസാഹിത്യ സംഗമ വേദിയിൽ വെച്ച് അരൂർ MLA ദലീമ ജോജോ പ്രകാശനം ചെയ്യും. ഏപ്രിൽ 5 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പളും എഴുത്തുകാരനുമായ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI പ്രകാശന കർമ്മം നിർവഹിക്കും. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷനാവും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രഭാഷണവും നടത്തും. NSS മാരാരിക്കുളം കരയോഗം പ്രസിഡന്റ് VS പുരുഷോത്തമക്കുറുപ്പ്, സാഹിത്യകാരി ലീന രാജു പുതിയാട്ട്, ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ കലവൂർ വിജയകുമാർ, എഴുത്തുകാരൻ ഗോപാലകൃഷ്ണക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിക്കും. അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ പ്രതിഭ അവാർഡ് നേടിയ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI, കുട്ടികളുടെ സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ തീരദേശത്തിൻ്റെ കായിക പ്രതിഭ കുമാരി നേഹ അന്ന രാജു, ക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് PK രാജേന്ദ്രൻ നായർ, ജീവകാരുണ്യ പ്രവർത്തകൻ ദിലീപ് ചേർത്തല എന്നിവരെ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിക്കും. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം, കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ, ഗാന രചയിതാവ് KR കുറുപ്പ് മാരാരിക്കുളം, സംഗീത സംവിധായകൻ വിനീത് മോഹൻ P എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല നെടുമ്പ്രക്കാട് ശില്പി ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദീപം തെളിക്കൽ ശ്രദ്ധേയമായി. ശില്പി ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിരോധ ജ്വാല തെളിയിച്ചു. ചേർത്തല എക്സൈസ് ഇൻസ്പെക്ടർ ബിനീഷ് P,
ദീപം തെളിച്ചാണ് ലഹരിവിരുദ്ധ പ്രതിരോധ ജാല ഉദ്ഘാടനം ചെയ്തത്. എത്ര അമ്മമാരുണ്ട്, എത്ര അച്ഛന്മാരുണ്ട് സ്വന്തം കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുക്കുന്ന എത്രയോ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ നാളെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ നാളെ ഈ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവലാതികൾക്ക് മറുപടി പറയാനും അവർക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനും നിങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ തിരക്കി പോകും. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയതാണ്, നമുക്കറിയാം ഈ സമൂഹത്തിൽ 4-5 ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു കസേര ഉണ്ടെങ്കിൽ അവിടെ ഇണക്കുകളെ പോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ നിന്ന് കാണിക്കുന്ന ചേഷ്ടകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഈ സൊസൈറ്റിയിൽ കാണുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത നിയമവ്യവസ്ഥ നമുക്കുണ്ട്. എച്ച് വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ എസ് സനീഷ്, കൗൺസിലർ പി സൽജി, ശില്പി പ്രസിഡന്റ് PM പ്രമോദ്, ശില്പി സെക്രട്ടറി P വിനീത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എസ് സുജിത് കൃതജ്ഞതയും പ്രവീൺ പ്രതാപൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മദ് കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഭക്തിസാന്ദ്രം. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. മുഹമ്മദ് കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഭക്തിസാന്ദ്രമായി. വ്രതശുദ്ധിയോടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികളാൽ ക്ഷേത്രാങ്കണം നിറഞ്ഞിരുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ പൊങ്കാല അടുപ്പിൽ ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ അഗ്നി പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മേൽശാന്തി സുരേഷ് നമ്പൂതിരി മാമണ്ണൂർ മന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊങ്കാലയുടെ ഭദ്രദീപ പ്രകാശനം ചന്ദ്രലേഖ പണിക്കർ നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് BC വിശ്വമോഹൻ, മാനേജർ KP ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി CP ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് മുഹമ്മദ്. തണ്ണീർമുക്കം കൊക്കോതമംഗലം കുന്നത്ത് ഹനുമൽ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ഹനുമൽ ജയന്തി ഉത്സവാഘോഷ പരിപാടികൾക്കും തുടക്കമായി. തണ്ണീർമുക്കം കൊക്കോതമംഗലം കുന്നത്ത് ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഹനുമൽ ജയന്തി തിരുവുത്സവ ചടങ്ങുകളും ഇതോടൊപ്പം ആരംഭിച്ചു. ഏപ്രിൽ 1 ചൊവ്വാഴ്ച വൈകിട്ട് സപ്താഹയജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശന കർമ്മം നടന്നു. ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രികൾ സമർപ്പണ കർമ്മം നിർവഹിച്ചു. തിരുവിഴ പഞ്ചമനാണ് യജ്ഞാചാര്യൻ. ഏപ്രിൽ 8 സപ്താഹയജ്ഞം സമാപിക്കും. ഏപ്രിൽ 9 ഹനുമൽ ജയന്തി ആഘോഷങ്ങൾ ആരംഭിക്കും. ഏപ്രിൽ 12 ഹനുമൽ ജയന്തി ഉത്സവം. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ പിടിയിൽ. ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിയപ്പോഴാണ് ഇവർ പിടിയിലായത്. 2 കോടിയിലേറെ രൂപ വില വരുമെന്ന് എക്സൈസ്. സിനിമാ മേഖലയിലുള്ള ചിലർക്കും കഞ്ചാവ് നൽകിയെന്ന് യുവതിയുടെ മൊഴി. വങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നെൽകർഷകർ നടത്തിയ ഉപരോധ സമരം ഫലം കണ്ടു. ചൊവ്വാഴ്ച രാവിലെ 10 ആരംഭിച്ച സമരം രാത്രി 8 അവസാനിച്ചത്. 5 പാടശേഖരങ്ങളിലെ നെല്ലെടുക്കാൻ തീരുമാനം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.5 കോടി തട്ടിയെടുത്ത കേസ്. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ചേർത്തലയിലും തട്ടിപ്പ് നടത്തിയത്. പോലീസിനെ വട്ടം ചുറ്റിക്കാൻ VPN വരെ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 17 ലെവൽ ക്രോസുകളിൽ മേൽപ്പാലം നിർമ്മിക്കാൻ തീരുമാനം. മേൽപ്പാലങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് കൈമാറി. എമ്പുരാൻ സിനിമയുടെ മേലുള്ള സംഘപരിവാറിന്റെ കടന്നാക്രമണത്തിൽ പ്രതിഷേധം. KGOയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വായമൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.